ആരോട് ചോദിച്ചിട്ടാ വാതിൽ തുറന്നേ? തനിക്കൊരു മര്യാദയില്ലേ? ഇതിന്റെ പേരാണോ മര്യാദ? അമ്മേ, ഒച്ചയെടുക്കണ്ട. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഇതും കൊള്ളാം. രണ്ടാം നില മുഴുവൻ തമ്പുരാട്ടിമാരാണല്ലോ. ഹോ, ഇത് ഏത് രാജാവിന്റെ അന്തപുരവാ? സുന്ദരി, നീ ആരുടെ റാണിയാ? മുമ്പ് വന്നപ്പോ കണ്ടിട്ടില്ലല്ലോ. പെണ്ണുങ്ങളെ മുറി കയറാതെ ഇറങ്ങിപ്പോ. മോളാണോ അതോ മരുമോളാണോ? രണ്ടിലേതായാലും സംഗതി അംഗീകരിച്ചിരിക്കുന്നു. മര്യാദക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറി അക്രമം കാണിക്കുന്നു. വിളി, പോലീസിനെ വിളി. പോലീസ് വരട്ടെ, എന്നെ പിടിച്ചോണ്ട് പോയി ജയിലിലിടട്ടെ. അല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് കാശുതാ. വളരെ വളരെ അത്യാവശ്യം. ഞങ്ങളുടെ യതിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങള്. നിങ്ങളോടല്ലാതെ വേറെ ആരോട് ഞാൻ ചോദിക്കും? എനിക്ക് ഈ നാട്ടിൽ വേറെ ആരെയാ പരിചയം? ആരുമില്ല. പിന്നെ എന്തിനാ ആരുമില്ലാത്തടത്തേക്ക് കെട്ടിയെടുത്തത്? പൊയ്ക്കൂടെ? അങ്ങനെ പറയല്ലേ ചേച്ചി. പൈസയ്ക്ക് ഒരു അത്യാവശ്യം തോന്നാത്ത ആരാ ഉള്ളത്? ഉപേക്ഷ വിചാരിക്കരുത്. പൈസ തന്നാ ഞാൻ അങ്ങ് പോവും. അല്ലാതെ പോവാൻ പറ്റത്തില്ല. ഇയാൾക്ക് ഇപ്പൊ എത്ര വേണം? എന്റെ കയ്യിൽ 2000 രൂപയുണ്ട്. അത് വാങ്ങിക്കൊണ്ട് സ്ഥലം വിടാമോ? വെറും 2000 രൂപ? യതി അത്ര വില കുറഞ്ഞവനാണോ? 1,00,000 രൂപ അവന് ബാലൻസ് കിട്ടാനുണ്ട്. അതവിടെ കിടന്നോട്ടെ. എനിക്കിപ്പോ വേറെ 2,00,000 രൂപ വേണം. 2,00,000 രൂപയോ? യതി ഉണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞെന്ന വീടാ നമ്മുടേത്. ഇപ്പൊ കടം കയറി മുടിഞ്ഞു കിടക്കുക. 2,00,000 രൂപ ഇല്ലാതെ കണ്ണൂരോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ വരണം സാറേ. വേണ്ട. എടാ, നീ ചെന്ന് അയാളെ വിളിച്ചോണ്ട് വാ. നമുക്ക് കാറി കയറ്റിക്കൊണ്ടുപോവാ. അതെ, നിക്ക്. നീ അവനുമായിട്ട് ഉടക്കനൊന്നും പോരുത്. മയത്തിലേ പെരുമാറാവൂ. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നതിനോട് എങ്ങനെ ഞങ്ങളെ ഭയം കാണിക്കുക? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, കാണുമ്പോഴേ അവനോട് ധൃതി പിടിക്കാൻ പോയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? വേണ്ടി വന്ന ഇതിനകത്ത് വെച്ച് തന്നെ തട്ടണം. പുറത്തെവിടെയും കൊണ്ടുപോയി ശവം മറവ് ചെയ്താൽ മതിയല്ലോ. എടാ, എന്തെങ്കിലും സംശയം തോന്നി നാളെ പോലീസിന്റെ ഒരു ചോദ്യം ചെയ്യൽ വന്നാൽ ഈ പെണ്ണുങ്ങളുടെ നാവിന്ന് അറിയാതെ സത്യം പുറത്തു വീഴും. അതുകൊണ്ടാ പറഞ്ഞത് മയത്തിൽ സംസാരിച്ച് സ്നേഹമായിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. നോക്കാം. എടാ, നിന്റെ കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? അവര് റെഡിയാ സാറേ. സ്ഥലം എവിടെയാണെന്നൊരു സൂചന മാത്രം കൊടുത്താൽ മതി. അവര് പറന്നെത്തിക്കോളും. അവനോട് ആ മുറിയിലുണ്ട്. രാഘവ,
നീയായിരുന്നു. ചേട്ടൻ എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ഇങ്ങനെ. ആണുങ്ങളില്ലാത്ത വീടോ? ഞാനുണ്ടല്ലോ. ചേട്ടൻ വാ, നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താ? അവരെല്ലാം കേൾക്കയോ? കേട്ടാൽ എന്ത്, കേട്ടില്ലെങ്കിൽ എന്ത്? എനിക്ക് 2 ലക്ഷം രൂപ വേണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോ പറയണം. കത്തി കാണിച്ച് പേടിപ്പിക്കുക ഹരിക്കുട്ട. ഹഹാ, അത് ശരിയാ. വണ്ടിയുടെ പ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയതാ. നമുക്ക് കാറ് പോയിരുന്നു സംസാരിക്കാൻ ചേട്ടാ. എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ലെന്ന്. നിങ്ങൾ 2 ലക്ഷം രൂപ തരുന്നു, കൈപ്പറ്റി രസീത് മാറ്റി ഞാൻ പോകുന്നു. ആ, ചേട്ടൻ ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാതെ പൈസ വെക്കരുത്. വല്ല 5000 10,000 ഒക്കെ ആണെങ്കിൽ തരാം. തമാശ പറയാതെ. 2 ലക്ഷം രൂപ കിട്ടാതെ ഞാൻ കണ്ണൂരോട്ട് മടങ്ങി ചെന്നിട്ട് ഒരു കാര്യവുമില്ല. ഹരി, പിള്ളേരൊക്കെ പേടിച്ചു നിൽക്ക. നീ എത്രയും വേഗം ഇയാളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങ്. ചേട്ടൻ എന്നിട്ട് പറട്ടെ. കയ്യേന്ന് വിട്, ചുമ്മാ മനുഷ്യനെ പഠിപ്പിക്കാതെ. വരാൻ പറഞ്ഞാൽ വരണം ചേട്ടാ. വെറും വീടല്ലിത്, ഇതൊരു കുടുംബമാ. വാ വാ പറട്ടെ, വാ. ഹരിക്കുട്ട, നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള രഹസ്യ ഇടപാടുകളൊക്കെ വീടിന് പുറത്തു വെച്ച് ഈ വീടിനകത്ത് ഇതുപോലുള്ള ഇത്തിൽ കണ്ണികളെ വിളിച്ചുകൊണ്ട് വരരുത്. ഇന്നത്തോടെ ഇത് പറഞ്ഞു തീർത്തേക്കണം. ഒരു യതിയും ബന്ദിപ്പൂരും കണ്ണൂരും വാസനവാടിയും മനുഷ്യന് സ്വയം ഉണ്ടോടാ? സ്വൈരമൊക്കെ ഉണ്ടാവും ചേച്ചി. അടുത്ത തവണ വരേണ്ടി വന്നാ നമുക്ക് വിശാലമായിട്ട് കാണാം. എനിക്ക് ഈ വീടും അന്തരീക്ഷവും ഇവിടുത്തെ കുടുംബാംഗങ്ങളെയൊക്കെ വലിയ ഇഷ്ടമായി. കൊണ്ടുപോ ഹരിക്കുട്ട. ചേട്ടൻ വന്നേ, വാ. എന്റെ ഈശ്വര, ഇനി ഇവ പൈസ വെച്ച് വരില്ലമ്മ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ കൊടുത്തിട്ടേ ഞാൻ ഇയാളെ വിടൂ. വാ. വാ. അതാരാ? അതെന്റെ അങ്കിളാ, മറ്റേത് ഫ്രണ്ടും. വാ. അങ്ങളെ പോവാം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്നു സംസാരിക്കാം. യതിയെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ബാറിലാണോ യതി? നിങ്ങൾക്കെന്താ ഒരു സംശയം പോലെ? എന്റെ അളിയനെ കാണാതായ ശേഷം എനിക്ക് എല്ലാവരും സംശയം തന്നെയാ. കാണാതായെന്ന് ആര് പറഞ്ഞു? വേണ്ടപ്പെട്ടവരൊക്കെ യതി കാണുന്നുണ്ട്, കാണേണ്ടവർ അവനെയും കാണുന്നുണ്ട്. എനിക്ക് വിശ്വാസം പോരാ. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? തമാശ പറയല്ലേ സാറേ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ഇതിനകം തീർച്ചയായിട്ടും വീട്ടിൽ വന്നേനെ. എടോ, വലിയൊരു കോള് കിട്ടിയപ്പോൾ അവൻ തൽക്കാലം ഒന്ന് മാറി നിന്നതാ. എല്ലാം കഴിഞ്ഞ് അവൻ ഇന്നലെ രാത്രി തിരിച്ചു വന്നു. വന്ന ഉടനെ അവൻ ഞങ്ങളെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. സത്യാണോ? നീ നേരിട്ട് കണ്ട് വിശ്വസിച്ചാ മതി. കാറിലോട്ട് കയറും.
എടോ തനിക്ക് യതിയെ കാണണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങൾക്ക് ഏതായാലും അവനെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പുതിയ കൊട്ടേഷൻ ഏൽപ്പിക്കാനാ. യതി സമ്മതിച്ച അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപയും കൊടുക്കും. അതിനുള്ള പൈസയും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. താൻ വരുന്നുണ്ട്, വണ്ടിയിലോട്ട് കയറി. സമയം പോകുന്നു. കേറ് രാഘവ, കേറ്. വിക്രമാ വാ. എവിടെയാ സാറേ യതി ഇപ്പോൾ ഉള്ളത്? അവന്റെ അടുത്തേക്കല്ലൂടെ നമ്മളിപ്പോ പോകുന്നത്. അതെവിടെയെന്നാ ചോദിച്ചത്? വല്ല ഹോട്ടലിലും ആണോ അതോ വേറെ വല്ല സ്ഥലമാണോ? ഹോട്ടലാണെങ്കിൽ തനിക്ക് 2 ലാർജ് അടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വഴിയുണ്ടാക്കാം. ഇത് ടൗണിലേക്കുള്ള റോഡൊന്നും അല്ലേ സാറേ? തന്നെ ഞങ്ങൾ എത്തേണ്ട അടുത്ത് തന്നെ എത്തിക്കാം, പോരെ? എന്താ സാറേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുമോ രാഘവ? അബദ്ധമൊന്നും കാണിക്കല്ലേ സാറേ. എനിക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ മാത്രം മതി. ഞാൻ കണ്ണൂരേക്ക് തിരിച്ചു പോയിക്കൊള്ളാം. ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ സാറേ? പിന്നെ തുക കുറഞ്ഞു പോയെന്ന് മാത്രമേ സംശയമുള്ളൂ. തനിക്ക് തരാനുള്ളത് തീർത്ത് തന്നേക്കാം. ഇനി നമ്മൾ തമ്മിൽ ഒരു വിലപേശലിന് ഇടവരരുത്. ഞാൻ ചോദിക്കുന്നത് തന്നാ ഇനി എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല സാറേ. അത് തന്നെയാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നും ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നമുക്ക് 2 കൂട്ടർക്കും ഒരുപോലെ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് ആ ബുദ്ധിമുട്ടങ്ങ് തീർക്കാം.
ഇറങ്ങ രാഘവ, നിനക്ക് എതിയെ കാണണ്ടേ? ഹോട്ടലിലാണെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിനേക്കാൾ നല്ല സ്ഥലമല്ലേ ഇത്? നോക്ക്, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം. ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് ഇങ്ങനെയുള്ള സ്ഥലമല്ലേ നല്ലത്? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇതെന്ന് ഓർക്കണം. യതി എവിടെയാ? ഹാ, നീ ധൃതി വെക്കാതെ, അവൻ വന്നോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഇവരൊക്കെ ആരാ? ഹാ, വന്നേ. നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇവരിലാരാ യതി? എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കൊള്ളാം. അങ്ങനെ പോയാലോ രാഘവ? നിനക്ക് 2 ലക്ഷം രൂപ വേണ്ടേ? എന്നെ ചതിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശവും ഞാൻ അറിഞ്ഞില്ല. ഇതിലെവിടെയാ രാഘവ ചതി? നീ യതിയെ കാണണമെന്ന് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് കാലനെ കാണിച്ചു തരുന്നു, പോരെ? നിനക്ക് 2 ലക്ഷം രൂപ എന്തിനാ? സുഖമായിട്ട് ജീവിക്കാനല്ലേ? വാ. ഇനി മേലിൽ യാതൊരു ദുഃഖവും ഉണ്ടാവുകയല്ലാത്ത ജീവിതമാ ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്നത്. ഇതിൽ കൂടുതലൊക്കെ എന്ത് സഹായമാരാകവ ഞങ്ങൾ നിനക്ക് ചെയ്തു തരേണ്ടത്? എന്നെ കൊല്ലാനാ നിങ്ങളുടെ പദ്ധതി അല്ലേ? നീ ഒരു മണ്ടനാണല്ലോ രാഘവ. നിനക്കിപ്പോഴാണോ അത് മനസ്സിലായേ? നിനക്ക് മാത്രം ഞങ്ങൾ ഒരു പ്രത്യേക സൗജന്യം അനുവദിക്കാം. അതായത് എങ്ങനെ ചാകണമെന്ന് വേണമെങ്കിൽ നിനക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ദേ, ഈ നിൽക്കുന്നവരിൽ ആരുടെ കൈകൊണ്ട് മരിക്കാനാണ് നിനക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാലും മതി. നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഇവരിൽ ഓരോരുത്തരും തയ്യാറാ, അല്ലേ വിക്രമ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ സാറേ. രാഘവൻ ഒന്നുകൂടെ പറയാ, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. പക്ഷെ നീ മണ്ടത്തരം കാണിച്ചല്ലോ രാഘവ. ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തീരുമാനിച്ചത് നിന്റെ ഒന്നാമത്തെ മണ്ടത്തരം. വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത് രണ്ടാമത്തെ മണ്ടത്തരം. വിടലാണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ മണ്ടത്തരം കാണിക്കരുതെന്ന്. വീട്ടിലും നാട്ടിലും എല്ലായിടത്തും പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഞാൻ ചെങ്ങന്നൂരുള്ള പാലപ്പടിക്കൽ വിജയേഷ്ണന്റെ ഭാര്യയും മകനെയും കാണാൻ പോവാണെന്ന് പറഞ്ഞു. നാളെയെങ്കിലും ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിലേ എല്ലാ വിവരവും കാണിച്ച് പോലീസിൽ പരാതി കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
രാഘവന്റെ ചെറിയ ബുദ്ധി തോന്നിയ ഒരു മുൻകരുതലാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല സാറേ? ഇനി നിങ്ങൾ തീരുമാനിച്ചോ എന്ത് ചെയ്യണമെന്ന്. ഒന്നുകിൽ രാഘവനെ അങ്ങ് കൊന്നുകളാ, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ തന്നു പറഞ്ഞു വിട്. 3 2 നീ നേരത്തെ ചോദിച്ചത്? അത് നേരത്തെ. ഇവിടെ ഈ കലാപരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ രാഘവൻ തുക അങ്ങ് കൂട്ടി. $3 ലക്ഷം ഉടനെ കിട്ടിയാൽ ഞാൻ അടുത്ത കണ്ണൂർ വണ്ടി കയറി പൊയ്ക്കോളാം. എങ്കിലേ നാളെ നാട്ടിൽ എത്തൂ. നാളെ ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ സംഗതി ആകെ പ്രശ്നമാവുവേ. പിന്നെ എന്നെ കുറ്റം പറയരുത്.